തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് ഈ സമീപകാലത്ത് മലയാള സിനിമയിലേക്ക് വന്ന ഏറ്റവും വലിയ മാറ്റങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് റെസ്റ്റ് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന മാർക്കറ്റ്, അതായത് ഇന്ത്യക്ക് വെളിയിലുള്ള മറ്റ് രാജ്യങ്ങളിലെ മാർക്കറ്റ്, അതായത് പ്രവാസികൾ സിനിമ കാണുന്ന മാർക്കറ്റ് എന്ന് പറയുന്നതിൽ വലിയ രീതിയിലുള്ള വളർച്ച ഉണ്ടായി എന്ന് തന്നെ അത് തന്നെയാണ് ഏറ്റവും വലിയ മാറ്റം അടുത്തിലേക്ക് സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോ എക്സാമ്പിൾ നോർത്ത് അമേരിക്ക എന്നൊക്കെ പറയുന്ന മാർക്കറ്റ്, നോർത്ത് അമേരിക്ക, കാനഡ എന്നൊക്കെ പറയുന്ന മാർക്കറ്റ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് പോലും അതൊരു ചെറിയ മാർക്കറ്റ് ആണ് എന്നാണ് നമ്മൾ എല്ലാവരും കരുതിയിരുന്നത്. വളരെ പെട്ടെന്ന് ഇപ്പോ ഒരു വലിയ മലയാള സിനിമയുടെ ബഡ്ജറ്റ് ആ മാർക്കറ്റിൽ നിന്ന് മാത്രം നമുക്ക് കളക്ഷനിലൂടെ കിട്ടും എന്നൊരു തിരിച്ചറിവിലേക്ക് വന്നു. ഇപ്പോഴും അതിന്റെ ഫുൾ 100% പോയിട്ട് ഒരു അംശം പോലും നമ്മൾ ഫുള്ളായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യണമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സെയിം വിത്ത് UAE GCC. നമ്മുടെ പരമ്പരാഗത ഓവർസീസ് മാർക്കറ്റ്സ് ആണ് UAE GCC. ഇതും ഇനിയും വളരാനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ അതില് സിനിമാ നിർമ്മാതാക്കൾ, വിതരണക്കാരൻ നിലയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും നല്ല രീതിയിൽ പ്രവാസികൾക്ക് സിനിമ കാണാനുള്ള അവസരം ഒരുക്കി കൊടുക്കേണ്ട റെസ്പോൺസിബിലിറ്റി ഞങ്ങളുടേതാണ് എന്ന് വിശ്വസിക്കുന്നു. അതിനാണല്ലോ ഇപ്പൊ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഓവർസീസ് പ്രൊമോഷൻസും സിനിമയുടെ റിലീസ് സമയത്ത് പണ്ടെന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഓവർസീസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു നിർമ്മാതാക്കൾ ഒരു നിശ്ചിത തുകയ്ക്ക് അത് മറ്റൊരു ഡിസ്ട്രിബ്യൂട്ടർക്കോ അല്ലെങ്കിൽ മറ്റൊരു പ്ലെയർക്കോ വിറ്റിട്ട് പിന്നെ ആ സിനിമകൾ എങ്ങനെ എവിടെ റിലീസ് ആവുന്നു കൃത്യമായ ഒരു ധാരണ ഞങ്ങൾക്ക് ആർക്കും ഇല്ലായിരുന്നു. ഇന്നിപ്പോ അവിടെ നിന്ന് ഗുരുവായൂരമ്പല നടയിൽ, ദോഹയിൽ ഏതൊക്കെ തിയേറ്ററുകളിൽ എത്ര മണിക്കുള്ള ഷോസ് ആണ് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം. ദോഹ പോട്ടെ, ഗുരുവായൂരമ്പല നടയിൽ ഇപ്പോ UK ഏത് തിയേറ്ററിൽ എത്ര മണിക്ക് ഷോ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം. അപ്പൊ അതുവരെ എത്തിയല്ലോ. അപ്പൊ അങ്ങനെ കുറച്ചുകൂടി ഡയറക്ട്ലി ഇൻവോൾവ് ആയിട്ട് പ്രവാസ സിനിമ ആസ്വാദകർക്ക് കുറച്ചുകൂടെ പ്രോപ്പർ ആയിട്ടൊരു നെറ്റ്വർക്കിലൂടെ, സിസ്റ്റത്തിലൂടെ സിനിമകൾ അവർക്ക് കാണാൻ ഒരു അവസരം ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഇനിയുള്ള കാലത്ത് നമ്മൾ ചെയ്യേണ്ട വലിയൊരു കാര്യം.